ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിലോ മൈദാമാവിലോ അരിപ്പൊടിയിലോ ഒക്കെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. കടലമാവിൽ ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിനാണ് കടലമാവ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവോളയും ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിന് 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇത് തന്നെ കറക്റ്റ് പരുവം. ഇനി നമുക്കിതിന് പ്രത്യേക ആകൃതിയോ ഷേപ്പോ ഒന്നും തന്നെ ഇല്ല. ചൂടായി വന്ന എണ്ണയിലേക്ക് കൈകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടോ കോരിയിട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് ഫ്ലെയിം ഓൺ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഈ ഒരു ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് അതിൻ്റെ അകമൊക്കെ വെന്ത് നല്ലപോലെ കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവിലും കോരി ഒഴിച്ച് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.